ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മിസ്റ്റർ ഗാസ് ടോപ്പ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ പുതിയൊരു ചാനലാണ് ഗൈസ്. ഇത് മിസ്റ്റർ ഗാസ് ടോപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്. അപ്പോൾ നമ്മൾ ഈ പുതിയ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഗൈസ്. ഫസ്റ്റത്തെ ഗെയിം പ്ലേ വീഡിയോ ആണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കളിക്കാൻ വന്ന ഗെയിം മറ്റൊന്നുമല്ല, സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിമാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാർക്കറ്റും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് ആണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ റൂഫ് ആൻഡ് ഫ്ലോർ ആൻഡ് വാള്. ഇത് നമ്മുടെ സ്റ്റോറേജ് ആണ്. പക്ഷേ ഈ സ്റ്റോറേജ് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. PC ലെവൽ അറ്റ് 3 ലെവൽ 3 പറ്റുള്ളൂ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാഷ് ടേബിളുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നൊരു PC ഉണ്ട്. അതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലം. പിന്നെ ഇവിടെ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറുണ്ട്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ഷെൽഫ്. നമുക്കിവിടെ ഒരു ബോക്സിൽ സീരിയൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ സീരിയൽ നമുക്കിവിടെ വെക്കാം. അതിനുശേഷം ഈ പെട്ടി നമുക്ക് വിടാം. ഓക്കെ, പെട്ടി ഇവിടെ ഇടാം. ഓക്കെ, നമുക്കിനിയും കട ഓപ്പൺ ചെയ്യാം. ഗൈസ് നമുക്ക് കട ഓപ്പൺ ചെയ്യാം. ഗൈസ് പിന്നെ ഇത് ഞാൻ ഒരു വട്ടം കളിച്ചിട്ടുണ്ട് ഈ ഗെയിം. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്നാലും ഫുള്ള് ഞാൻ കളിച്ചിട്ടില്ല, കുറച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കസ്റ്റമർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗേസ് കസ്റ്റമർ വരുന്നുണ്ട്. ഗേസ് നമ്മുടെ കടയിലേക്ക് സിറിയൽ വാങ്ങുന്നുണ്ട്. ഗേസ് ഇപ്പോൾ രണ്ടാമത്തെ ആളും വരുന്നുണ്ട് ഗേസ്. അപ്പോൾ നമ്മുടെ സിറിയലാണ് മേടിച്ചിട്ട്. ഓക്കെ ഗേസ്, $5 നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, $5 കൊടുക്കാം. ഓക്കെ ഗൈസ്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഗൈസ്. ഞാനതിന് പ്രൈസ് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഗൈസ്. സോ അതാണ് -$, എന്നൊക്കെ കാണിച്ചത്. നമുക്ക് $4 ആകുമ്പോൾ നമുക്ക് $6 ഇട്ട് നോക്കാം. യെസ്, $6. നമുക്ക് $5 ഇടാം. $5 പിന്നെ ഇടാം നമുക്ക് ഗൈസ്. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാവുമെന്ന്. യെസ് ഗൈസ്, ഇത് ശരിയായിട്ടില്ല. ഓക്കെ, ഇവർ നേരത്തെ നമ്മൾ $0 ഇട്ടപ്പം തന്നെ വന്നവരാണ്. പ്രൈസ് സെറ്റ് കൊടുക്കാം. സീറോ കൈൻഡാണ് പോയിട്ട്. ഓക്കെ ഗൈസ്, അടുത്ത ആളെ മാത്രമാണ് ഇത്. ഇതും ശരിയല്ല ഗൈസ്. ഒരു 3 വരെ അങ്ങനെയല്ല വന്നത്, അതിന് മുമ്പേ വന്നവരാണ്. ഓക്കെ, നമുക്ക് $2 കൊടുക്കാം. ഓക്കെ, $2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം കാശില്ല. പ്രൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ് കട ഓപ്പൺ അല്ല, നമുക്ക് പെട്ടി ശരിയാക്കട്ടെ ഗൈസ്. പിന്നെ ഈ ട്രാഷ് ഉണ്ടല്ലോ, ഈ ട്രാഷ് നമുക്ക് അകത്ത് വെക്കാം. പിന്നെ ഈ പെട്ടിയൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ ആവശ്യം വരും. കാരണം വെച്ചാൽ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് കുറേ ഡെലിവറിയൊക്കെ കുറേ വാലിലൊക്കെ ഡെലിവറി ചെയ്യുന്നൊരു സംഭവം വരും. അപ്പോൾ നമുക്ക് ബോക്സൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ബോക്സൊക്കെ കൂടെ ഇവിടെ സൂക്ഷിച്ച് വെക്കും കുറേ. അല്ലെങ്കിൽ നമുക്ക് ബോക്സ് മേടിക്കാനും പറ്റും നമുക്ക്. പക്ഷേ എന്നാലും ഞാൻ മേടിക്കില്ല. ഞാൻ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യുന്ന പെട്ടി തന്നെ ആയിരിക്കും. പെട്ടി നേരെ ആവുന്നില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കിട കഴിച്ച് നമുക്കിനി കട ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ പെട്ടി നമുക്ക് ക്ലോസ് ചെയ്യണം. ഇവിടെ ത്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാളിൽ ത്രോ ചെയ്ത് നോക്കാം. നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തു. ത്രോ ചെയ്യാം. ഓക്കെ, അവിടെ കിടക്കട്ടെ ഗൈസ്. നമുക്ക് ട്രാഷ് ബിൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റണം. കുറേ കഴിയുമ്പോൾ നമ്മുടെ കടയൊക്കെ അപ്ഡേറ്റ് ആവും ഗൈസ്. അറിയില്ല. ഇപ്പം $5 വിറ്റ് പോകുന്നുണ്ട്. ബാക്കി നമുക്ക് $6 കൊടുക്കണം. $6 കൊടുക്കാം നമുക്ക്. അടുത്ത ആളെ വന്നിട്ടുണ്ട് ഗൈസ്. $6 കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആളെ വന്ന് കാർഡൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈസിയാണ് ഗൈസ്. പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ലെവൽ 2 അപ്ഗ്രേഡ് ആയിട്ടാണ് നമ്മൾ ഗൈസ്. നമുക്ക് ലീവ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഗൈസ്. ചെറിയ 2 പാക്കറ്റ് മേടിക്കാം. 2 പാക്കറ്റ് ചെറിയിൽ, 2 പാക്കറ്റ് ഫ്ലോറ്, ഓയില് 2 പാക്കറ്റ്, പാസ്ത 2 പാക്കറ്റ് മേടിക്കാം. 1 പാക്കറ്റ് മേടിക്കാം ഗൈസ്. പാസ്തയ്ക്ക് ഭയങ്കര വിലയാണ്. അല്ലെങ്കിൽ 2 മേടിക്കുന്നുണ്ടാവും. വേണ്ട ഗൈസ്, ഒരെണ്ണം മതി. കാരണം വെച്ചാൽ ഭയങ്കര വിലയാണ് ഈ പാസ്തയ്ക്ക്. കുറേ ഇതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം. ലൈസൻസ് കുറേ കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത ലൈസൻസ് മേടിക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, ഇതൊക്കെ നമുക്ക് ബൈ ചെയ്യാം. ബൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ കട ഒന്ന് ക്ലോസ് ചെയ്യണം ഗൈസ്. അതിന് മുമ്പേ
കട ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കടയുടെ പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ പേരിട്ടിട്ടുണ്ട്. ഗൈസ് നമുക്ക് സിറിയിൽ ആദ്യം കൊണ്ടുവെക്കാം ഗൈസ്. സിറിയിൽ ഇവിടെ വെക്കാം. ഓക്കെ, ഇനി പെട്ടി നമുക്ക് ഇവിടെ വെക്കണം ഗൈസ്. പിന്നെ ആദ്യമൊക്കെ ഈ ട്രാഷിൽ കൊണ്ട് കളയായിരുന്നു പെട്ടി. പിന്നാണ് ഈ ഓർഡറൊക്കെ വരുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം പെട്ടി കൂട്ടി പ്ലേസ് ചെയ്യണം. അപ്പോൾ പ്ലേസ് ചെയ്യാം, നമുക്ക് മണ്ടയിലായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അത് ഇനി നമുക്ക് ഈ ബോക്സ് കൊണ്ട് അവിടെ ഇടാം. ത്രോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ത്രോ ആയി. അത് നമുക്ക് കുറേ മല പോലെ ബോക്സ് വന്ന് കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് ഈ ബോക്സ് എല്ലാം അകത്ത് കൊണ്ട് വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ബോക്സ് എല്ലാം കൊണ്ട് അകത്ത് വെക്കാം. ഓക്കെ, നമുക്ക് പാസ്ത കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാസ്തയ്ക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം. നമുക്ക് മാർക്കറ്റ് വാല്യൂ $8, അപ്പം 11 ഡോളർ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ത്രോ ചെയ്യാം ഗൈസ്. ഓക്കെ, ഓയിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ഷെൽഫിലെ മറ്റേ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓയിലും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ബോക്സിലകത്ത് കയറ്റി വെക്കണം. ഓക്കെ, $8 വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ $8 ഇനി പെട്ടിയും ത്രോ ചെയ്യാം. ഇനി വെക്കാൻ ഇടയില്ല ഗൈസ്. നമുക്കൊരു ഷെൽഫ് മേടിക്കണം. ഫർണിച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കിട്ടും, നമ്മുടെ സ്റ്റോറിൽ. അപ്പോൾ നമുക്കത് മേടിക്കണം. ഇത് നമ്മുടെ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൈസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫർണിച്ചേഴ്സ് കാണിച്ചു തരാം. ഇതാണ് ഫർണിച്ചേഴ്സ്. ബിഗ് ഷെൽഫ്, ബിഗ് ഫ്രിഡ്ജ്, പിന്നെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. മോപ്പ് കിട്ടും. പിന്നെ നമുക്ക് ബോക്സ് മറ്റേ അളവിനനുസരിച്ച് കിട്ടും ഗൈസ്. ഓക്കെ, കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഓയിലും സെറിയിലുമാണ് അയാൾ മേടിച്ചേക്കുന്നത്. ഓക്കെ, കാർഡാണ് ഗൈസ്. നമുക്ക് എളുപ്പമാണ്. കാർഡായതുകൊണ്ട് $50. $14. ഓക്കെ, 2 കസ്റ്റമേഴ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഓയിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. അത് പിന്നെ ശരിയാക്കാം. $30. പക്ഷേ വായിച്ചാൽ മതി ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കടയിൽ ഒന്നും ആകത്തില്ല. ഞാൻ പണ്ട് കളിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു. ഓക്കെ, കുറച്ച് പൈസ നമുക്ക് എനിക്ക് കുറച്ച് പൈസ കൂടെ വേണ്ട സമയത്ത് നമുക്ക് പൈസ കുറച്ചിട്ടേക്കുന്നുണ്ട്. നമുക്കൊന്നും ആവില്ല. ഓക്കെ, ഫ്ലോർ കുറേണം വിറ്റ് പോകുന്നുണ്ട് തോന്നുന്നു. 16.54. ഓക്കെ, നമ്മൾ ലെവൽ 3ലേക്ക് സ്റ്റോറേജ് ലെവൽ 3ലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു ഷെൽഫ് മേടിക്കാം. ഓക്കെ, ഷെൽഫ് മേടിക്കാനുണ്ട്. നമുക്ക് ഈ ഫ്ലോർ വാങ്ങിക്കാം. ഓക്കെ, $16. ഓക്കെ, വേറെന്തൊരു സാധനം എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് മനസ്സിലായില്ല. ഓക്കെ, പാസ്ത മേടിച്ചിട്ടുണ്ട്. $13 നമുക്ക് തിരിച്ചു കൊടുക്കണം. $13 എന്നല്ലേ പറയാം. ഓക്കെ, $13 നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ, $13. ഓക്കെ ശരിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റ കൂടെ ചെയ്തത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അടുത്തൊരു പാട്ടും കാണും ഇതിൻ്റെ. അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അടുത്ത പാർട്ട് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ അടുത്ത പാർട്ടുമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ടാറ്റ കൂടെ ബൈ. സീ യു ഗൈസ്.